എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ അഞ്ചാമത്തെ ചാപ്റ്റർ എന്ന് വെച്ചാൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, രണ്ടാം കൃതി സമവാക്യങ്ങൾ. അപ്പോൾ പല കുട്ടികളും സാധാരണ പറയാറുള്ള ഒന്നാണ് ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് വളരെ ടഫായ ഒരു ചാപ്റ്റർ ആണെന്നല്ലേ. പക്ഷെ ഒരിക്കലും ഒരു ടഫായ ചാപ്റ്റർ അല്ല. അത് നമ്മൾ ക്ലാസ്സുകൾ വളരെ കൃത്യമായി വളരെ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എളുപ്പത്തിൽ മനസ്സിലാക്കാനും പറ്റും, മാത്രമല്ല അതിന്റെ മാർക്ക് ഒരു അരമാർക്ക് പോലും പോവാതെ നമുക്ക് സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് ക്ലാസ്സുകൾ കേൾക്കുക. ക്ലാസ്സുകൾ കേട്ടുകഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററുമാണിത്. അപ്പൊ ഇതിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, അത് സമവാക്യങ്ങൾ അല്ലെ. സമവാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ എന്താണ്, ഒരു സമം ചിഹ്നം വരും അല്ലെ. ഇതാണ് ഒരു ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ചിഹ്നം ഉണ്ടായിരിക്കും. അപ്പൊ ഈ ചിഹ്നത്തിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കുറച്ച് സാധനങ്ങൾ എഴുതിയിട്ടുണ്ടാവും അല്ലെ, കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അത് ഈക്വൽ ആണ്. ഇതാണ് ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞത് അല്ലെ. അതായത് ഈ ചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ അതെന്തായി മാറി, ഒരു ഇക്വേഷനായി മാറും അല്ലെ. നമുക്കറിയാം നാം ഇക്വേഷൻസ് ഒക്കെ സാധാരണ എവിടെയാണ് ഉപയോഗിക്കാറ്, നമുക്ക് വളരെ ടഫായ ചില ചോദ്യങ്ങൾ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാം ഇക്വേഷൻസ് ഉപയോഗിക്കാറ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം, നാം 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്നു, ഇപ്പോൾ ഒരാളുടെ വയസ്സ് മറ്റൊരാളുടെ വയസ്സിന്റെ ഇരട്ടിയാണ്. 5 അല്ലെങ്കിൽ 4 വർഷത്തിന് മുമ്പ് ഇയാളുടെ വയസ്സ് മറ്റൊരാളുടെ വയസ്സിന്റെ 4 ഇരട്ടിയായിരുന്നു. ഇനി 2 വർഷം കഴിഞ്ഞാൽ ഇയാളുടെ വയസ്സ് മറ്റൊരാളുടെ വയസ്സിന്റെ 3 ഇരട്ടിയാകും അല്ലെ. അപ്പൊ അതുപോലെയുള്ള ചോദ്യങ്ങൾ നമുക്ക് മനക്കണക്ക് വെച്ച് ചെയ്യലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ മറ്റു രീതിയിൽ ചെയ്യൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യും, അവിടെ ഒരാളുടെ വയസ്സ് എക്സ് എന്ന് കൊടുക്കും, മറ്റൊരാളുടെ വയസ്സ് വൈ എന്ന് കൊടുക്കും അല്ലെ. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കി ചെയ്യുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ അതിന്റെ ഉത്തരം കാണാൻ പറ്റാറുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഇക്വേഷൻ എന്താണെന്ന് അറിയാം അല്ലെ. ഉദാഹരണത്തിന് നോക്കിയേ, ഇപ്പോ 2x = 6 ഇതൊരു ഇക്വേഷൻ ആണ് അല്ലെ. ഇവര് സമചിഹ്നം വന്നു, ഇപ്പുറത്ത് കുറച്ചുണ്ട് കാര്യങ്ങളുണ്ട്, ഇപ്പുറത്തുണ്ട് അല്ലെ. അതായത് ഒരു ഇക്വേഷൻ ആണ്. അതിൽ നമുക്ക് 3x + 1 = 0 ഇത് ഒരു ഇക്വേഷൻ ആണ്. അതേ രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ 4x² + 3 = 12 ഇത് മറ്റൊരു ഇക്വേഷൻ അല്ലെ. അതല്ലെങ്കിൽ നമുക്ക് x² + 2x + 1 = 9 ഇത് മറ്റൊരു ഇക്വേഷൻ. അല്ലെങ്കിൽ നമുക്ക് 3x³ + 7x = 5 ഇതൊരു ഇക്വേഷൻ അല്ലെ. അപ്പൊ ഇതൊക്കെ നമുക്കറിയാം, ഇതൊക്കെ ഇക്വേഷൻസ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എല്ലാ ഇക്വേഷനെ കുറിച്ച് പഠിക്കുന്നില്ല, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ മാത്രമാണ് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് അറിയണം അല്ലെ. ഇവിടെ ഞാൻ ആദ്യം എഴുതി നോക്കിയാൽ 2x = 6. അപ്പൊ ഇവിടെയുള്ള ഈ അക്കങ്ങളുണ്ട്, അതുകൂടാതെ ഒരു ലെറ്റർ ഉണ്ട് അല്ലെ. ഈ ലെറ്റർ നമ്മൾ എന്താ പറയുന്ന ഒരു പേരുണ്ടല്ലോ, എന്താണ് അതിന് പറയാ, വേരിയബിൾ എന്ന് പറയും അല്ലെ. ഓർമ്മയുണ്ടാ, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് വേരിയബിൾ. വേരിയബിൾ എന്ന് പറഞ്ഞാൽ ചരം എന്ന് പറയും അല്ലെ. മലയാളം മീഡിയക്കാർ ചരം എന്ന് പറയും. അപ്പൊ എക്സിന് നമ്മൾ ചരം എന്ന് പറയും. ഇപ്പൊ എക്സോ വൈയോ എയോ ബിയോ എന്ത് വേണം ആയിക്കോട്ടെ. അപ്പൊ ഇതിന്റെ കൂടെയുള്ള ഈ ലെറ്ററിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയാം. അപ്പൊ ഇവിടെ വേരിയബിൾ ഏതാണ്, ഇവിടെയൊക്കെ നമ്മൾ എക്സ് ആണ് ഇട്ടിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതാണ് ഇതിന്റെ വേരിയബിൾസ്. മനസ്സിലായല്ലോ, ഓക്കെ. ഇനി നമുക്ക് ഇതിൽ എഴുതിയിട്ടുള്ള വേരിയബിളിന്റെ പവർ എന്താണെന്ന് നോക്കാം. പവർ അല്ലെ, നമുക്കറിയാം പവർ ഇവിടെ എക്സിന്റെ പവർ എത്രയാണ്, 1 ആണ് അല്ലെ. അപ്പൊ 1 ആയതുകൊണ്ട് നമ്മൾ 1 ഇടേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ 1 ഇട്ടു, 1 ആണ്. 2x എന്ന് പറഞ്ഞാൽ ഇതിന്റെ പവർ, എക്സിന്റെ പവർ 1. ഇവിടെയോ 3x + 1 ഇവിടെയും എക്സിന്റെ പവർ 1 തന്നെയാണ് അല്ലെ. ഇവിടെ നോക്കിയാൽ എക്സിന്റെ പവർ എത്രയാണ്, 2 അല്ലെ. x² എക്സിന്റെ പവർ ഇവിടെ 2 ആണ്. ഓക്കെ. ഇനി ഇവിടെ എന്താണെന്ന് നോക്കിയാൽ, ഇവിടെ എക്സിന്റെ പവർ 2 ഉണ്ട്, പിന്നെ ഒരു എക്സിന്റെ പവർ ഇവിടെ 1 ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എക്സിന്റെ പവർ 2 ആണ്, ഇവിടെ എക്സിന്റെ പവർ 1. ഇവിടെയാണെങ്കിലോ എക്സിന്റെ പവർ 3 ആണ്, ഈ എക്സിന്റെ പവർ 1 ആണ്. അപ്പൊ നമുക്കറിയാം ഒരു പോളിനോമിയല് ഇപ്പൊ ഈ പോളിനോമിയൽ ഇത് എടുക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് എക്സിന് സ്ക്വയറും ഉണ്ട്, എക്സിന് 1 ഉണ്ട് അല്ലെ. ഇവിടെ ആണെങ്കിൽ എക്സിന് 3 ഉണ്ട്, എക്സിന്റെ പവർ 1 ഉണ്ട്. ഇതിൽ ഏറ്റവും വലിയ പവർ ഏതാണോ അതാണ് പോളിനോമിയലിന്റെ പവർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അതല്ലേ. അതായത് ഇവിടെ നോക്കിയാൽ ഇത് എടുത്തെന്ന് വിചാരിക്കാം, 3x² + 7x = 5. ഇതിൽ ഏറ്റവും വലിയ പവർ ഏതാണ്, ഇവിടെ 1 ഉണ്ട് പവർ, ഇവിടെ 3 ഉണ്ട് അല്ലെ. പക്ഷെ ഇതിന്റെ പവർ ഏതാണ്, ഈ പോളിനോമിയൽ പവർ എന്ന് പറഞ്ഞാല് ഇത് എക്സിന്റെ ഏറ്റവും വലിയ പവർ. അപ്പൊ 3 ആണ് ഇവിടെ അല്ലെ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ പോളിനോമിയലിന്റെ പവർ 3 ആണെന്ന് പറയാം. മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ ആണെങ്കിലോ ഇവിടെ 2 ഉണ്ട് 1 ഉണ്ട്. അപ്പൊ ഏതായിരിക്കും ഇതിന്റെ പവർ 2. ഇവിടെയാണെങ്കിലോ ഇതിന്റെ പവർ 2. ഇവിടെയാണെങ്കിലോ ഇതിന്റെ പവർ 1 അല്ലെ. 1 ആണ് ഏറ്റവും വലുത്, അതുകൊണ്ട് 1. ഇവിടെയും 1. നമുക്കറിയാം പവർ 2 ആയിട്ടുള്ള, പവർ എന്ന് പറഞ്ഞാൽ മലയാളം മീഡിയക്കാർ കൃതി എന്ന് പറയും അല്ലെ. അപ്പൊ കൃതി 2 ആയിട്ടുള്ള പോളിനോമിയലാണ് നാം എന്ത് പറയാ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. നാം പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലോ ഇല്ലേ, കഴിഞ്ഞ പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ
പവർ 2 ആയിട്ടുള്ള പവർ മനസ്സിലായല്ലോ. ആ പവർ അപ്പൊ ഇത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. അല്ലെങ്കിൽ നോക്കിയാൽ ഇത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. ഇത് സെക്കൻഡ് ഡിഗ്രി അല്ല അല്ലെ, ഇത് 3 ആണ് ഇതിന്റെ പവർ, അതുകൊണ്ട് ഇത് തേർഡ് ഡിഗ്രി ആണ്. അപ്പൊ അതേ രൂപത്തിൽ തന്നെ പവർ 2 ആയിട്ടുള്ള ഇക്വേഷനുകളാണ് നാം എന്ത് പറയുക, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുക. മനസ്സിലായല്ലോ. അപ്പൊ പവർ 2 ആയ ഒരു ഇക്വേഷന്റെ പവർ 2 ആണെങ്കിൽ അതിനെ നാം എന്ത് പറയും, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയും അല്ലെ. അപ്പൊ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആവുമോ, ഇല്ല, ഇതിന്റെ പവർ 1 ആണ് അല്ലെ. അപ്പൊ ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ല. ഇതോ, ഇതിന്റെ പവർ 1 ആണ്, ഇതും അല്ല. ഇനി ഇത് നോക്കിയേ, ഇതിന്റെ പവർ 2 ആണ് അല്ലെ. അപ്പൊ ഇത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഓക്കെ, ഇനി ഇത് നോക്കിയാൽ x² + 2x, ഇവിടെ 2 ഉണ്ട് 1 ഉണ്ട് അല്ലെ. പക്ഷെ ഇതിന്റെ പവർ എന്താണ്, ഏറ്റവും വലിയ പവർ, അപ്പൊ 2 ആണ് അല്ലെ. അപ്പൊ ഇതും എന്താണ്, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഇനി ഇവിടെ 3 ആണ്, ഇവിടെ 1 ആണ് അല്ലെ. അപ്പൊ ഏറ്റവും വലുത് ഏതാണ്, ഇതിന്റെ പവർ ഏതാണ്, ഇതിന്റെ പവർ 3, ഏറ്റവും വലുതാണ് പവർ അല്ലെ. അപ്പൊ ഇതിന്റെ പവർ 3 ആണ്. അപ്പൊ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ല. അപ്പൊ ഇതാണ് ഇതിൽ നമ്മൾ എഴുതിയതിൽ ഇത് രണ്ടുമാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അപ്പൊ എന്താണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താണ് ചെയ്യുന്നത്, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നമുക്കറിയാം ഒരു എക്സ് ഉണ്ടായിരിക്കും അല്ലെ, എക്സോ വൈയോ ഏതെങ്കിലും ഒന്നും ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ വാല്യൂ നമ്മൾക്ക് കണ്ടുപിടിക്കണം. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാൻ. അതായത് ഇപ്പൊ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് അല്ലെ. അപ്പൊ ഇതിൽ നമുക്കിവിടെ എക്സ് വരുന്നുണ്ട്, ഈ എക്സിന്റെ വാല്യൂ എത്ര, ഇത് കണ്ടുപിടിക്കലാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ചെയ്യുന്നത്. അല്ല, വേറൊരു കാര്യം നമ്മൾ ചെയ്യുന്നില്ല, ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ അതിന് നമ്മൾ പല രീതികളുണ്ട്, പ്രധാനപ്പെട്ട 1-2 രീതികളുണ്ട്. അത് എങ്ങനെയാണെന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, നാം പെയറോഫിക്കേഷൻ കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിലല്ലേ പെയറോഫിക്കേഷൻ ഒക്കെ പഠിച്ചപ്പോൾ നമുക്കറിയാം എന്താണ്, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു അളവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നമ്പർ ആണെങ്കിൽ നമ്മൾ അതിന് എക്സ് എന്ന് കൊടുക്കും അല്ലെ. എന്നിട്ട് ശേഷം ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് അതിന് നമ്മൾ വാല്യൂ അതിൽ നിന്ന് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കും അല്ലെ. അതേ രൂപത്തിൽ തന്നെ ഇവിടെ നാം എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചൊരു ഇക്വേഷൻ ഉണ്ടാക്കും. ആ ഇക്വേഷനിൽ നിന്ന് എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കറിയാത്തതിന് നമ്മൾ എക്സ് എന്ന് കൊടുക്കും, ആ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 2-3 മെത്തേഡുകളുണ്ട്. അപ്പൊ അത് എങ്ങനെയാണെന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ ചാപ്റ്ററിനെ കുറിച്ച് ചെറിയൊരു ധാരണ കിട്ടിയെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ചെറിയ 1-2 ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാകും. ഇവിടെ നമുക്ക് ഒരു സ്ക്വയർ കാണാം അല്ലെ, ഈ ഒരു സ്ക്വയർ. അപ്പൊ ഈ സ്ക്വയറിന്റെ നീളവും വീതിയും, അതായത് വശങ്ങൾ ഞാൻ 1 മീറ്റർ വെച്ച് കൂട്ടി. മനസ്സിലായല്ലോ. ഇത് ഒരു സ്ക്വയർ, ആ സ്ക്വയറിന്റെ വീതി ഞാൻ നോക്കിയ സ്ക്വയറിന്റെ വശങ്ങൾ, അതായത് ഇത് 1 മീറ്റർ കൂട്ടി, ഇതും 1 മീറ്റർ കൂട്ടി. അപ്പൊ നമുക്ക് പുതിയ ഒരു വലിയ സ്ക്വയർ കിട്ടി അല്ലെ. ഈ വലിയ സ്ക്വയറിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് ഇപ്പൊ നമുക്കൊരു 36 മീറ്റർ ആണെന്ന് വിചാരിക്കാം. 36 മീറ്റർ ഇതിന്റെ പെരിമീറ്റർ, അതായത് വലിയ സ്ക്വയറിന്റെ പെരിമീറ്റർ 36 മീറ്റർ ആണ്. അപ്പൊ എപ്പോഴും നമുക്ക് ഇതുപോലെ ചോദ്യങ്ങൾ കിട്ടുമ്പോൾ റഫായിട്ട് ഒരു ഫിഗർ വരച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താണ് ചെയ്യേണ്ടതെന്ന്. അല്ലാതെ വെറുതെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് നോക്കിയാൽ ഒരു സ്ക്വയർ, ആ സ്ക്വയറിന്റെ വശങ്ങൾ എന്ത് ചെയ്തു, ഓരോ മീറ്റർ വെച്ച് കൂട്ടി അല്ലെ. അപ്പൊ നമ്മൾ നീളം 1 മീറ്റർ കൂട്ടി, ഇത് 1 മീറ്റർ, വീതി 1 മീറ്റർ വെച്ച് കൂട്ടി. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതിന്റെ ഇപ്പൊ പുതിയ വലിയ സ്ക്വയറിന്റെ പെരിമീറ്റർ ചുറ്റളവ് നമുക്ക് 36 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പഴയ നമ്മൾ ആദ്യത്തെ സ്ക്വയറിന്റെ ഒരു വശത്തിന്റെ സൈഡിന്റെ നീളം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഇതിന്റെ ഒരു വശത്തിന്റെ നീളം കണ്ടുപിടിക്കണം. അതിന് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഇതിന്റെ വശങ്ങൾ നീളത്തിൽ നിന്ന് 1 മീറ്റർ കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയ പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 36 അല്ലെ. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ ഒരു വശത്തിന്റെ നീളം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് പെരിമീറ്റർ, ഒരു സ്ക്വയർ ആണ്, സ്ക്വയറിന്റെ പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 36 അല്ലെ. അപ്പൊ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ. എന്താണ് പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, 4a അല്ലെ, 4a. 4 × ഒരു വശത്തിന്റെ നീളമാണ് പെരിമീറ്റർ. അതായത് 4a എന്ന് പറഞ്ഞാൽ എത്രയാണ്, 36 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. 4 × ഈ വശത്തിന്റെ നീളം അല്ലെ, 4നെ ഈ വശത്തിന്റെ നീളം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പെരിമീറ്റർ ചുറ്റളവ് കിട്ടും അല്ലെ. പക്ഷെ നമുക്ക് ഈ അളവ് അറിയില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഈ സ്ക്വയറിന്റെ ഒരു വശത്തിന്റെ നീളമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ വശത്തിന്റെ നീളം നമുക്ക് x ആണെന്ന് കൊടുക്കാം. അപ്പൊ ഈ വശത്തിന്റെ നീളം നമുക്ക് x ആണെന്ന് നമ്മൾ കൊടുത്തു അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ നീളം തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക അല്ലെ, ഈ സ്ക്വയർ തന്നെയാണിത്. അപ്പൊ ഈ നീളം x. ഇനിയോ ഇവിടെ നിങ്ങളുടെ ഇത്ര നീട്ടി, അപ്പൊ അതിന്റെ കൂടെ 1 കൂട്ടി. അപ്പൊ നമുക്ക് ഇവിടെ മൊത്തം നീളം എത്രയായി, ഈ വലിയ സ്ക്വയറിന്റെ മൊത്തം നീളം എത്രയായി, x പ്ലസ് ഇവിടെ ഒരു 1 ഉണ്ട് അല്ലെ. അപ്പൊ x + 1. അപ്പൊ നമുക്ക് 4a ക്ക് പകരം എന്ത് കൊടുക്കാം, 4 ×
എ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1 അല്ലെ. അപ്പൊ 4 ഇൻറ്റു എക്സ് പ്ലസ് 1 സീക്വൽ ടു 36. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഈ വലിയ സ്ക്വയറിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര കിട്ടി നമുക്ക്? എക്സും ഒന്നും കൂടി കൂട്ടിയല്ലേ. അപ്പൊ അത് ഇവിടെ എ സീക്വൽ ടു എക്സ് പ്ലസ് 1. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? 4 ഇൻറ്റു എക്ക് പകരം എക്സ് പ്ലസ് 1 എന്ന് കൊടുത്തത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഇങ്ങനെ ഗുണിക്കല്ലേ. നമുക്കറിയാം ഓരോന്നിനെയും ഗുണിക്കാം. അപ്പൊ ഇതൊരു 4 ഇൻറ്റു എക്സ് 4x പ്ലസ് 4 ഇൻറ്റു 1 4 സീക്വൽ ടു 36. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്കറിയാലോ, എക്സ് ഉള്ളതിനെ അവിടെ നിർത്താം അല്ലെ. എക്സ് ഉള്ളതിനെ അവിടെ നിർത്തി മറ്റേ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ 4x ഈക്വൽ ടു 36. ഈ 4 അങ്ങോട്ട് പോകുമ്പോൾ -4. അപ്പൊ എത്ര കിട്ടി? 36 എന്ന് പോയി കഴിഞ്ഞാൽ 32. അപ്പൊ 4x ഈക്വൽ ടു 32, എക്സ് ഈക്വൽ ടു 32/4 ഈക്വൽ ടു 8 അല്ലെ. അപ്പൊ നമുക്ക് ഈ ചെറിയ സ്ക്വയറിന്റെ എക്സ് എന്ന് പറഞ്ഞതല്ലേ, നമ്മൾ ചെറിയ സ്ക്വയറിന്റെ വശത്തിന് കൊടുത്ത നീളമാണ്. അത് എത്രയാണ്? 8 സെന്റിമീറ്റർ. ഇനി ഇതേ സ്ക്വയർ തന്നെ ഇതേപോലെ 1 മീറ്റർ വശങ്ങൾ കൂട്ടിയപ്പോൾ, ഇപ്പൊ നമ്മൾ പെരിമീറ്ററിന്റെ കാര്യമാണ് പറഞ്ഞത് അല്ലെ. ഇതിന്റെ ഏരിയ സ്ക്വയർ വ്യത്യാസത്തിൽ ഇതേ സാധനം തന്നെ ഇതിന്റെ ഏരിയ എത്രയായി? ഏരിയ 36 സ്ക്വയർ സെന്റിമീറ്റർ ആയി. മനസ്സിലായല്ലോ? ഇതിന്റെ ഏരിയ ശ്രദ്ധിക്കുക, ഏരിയ 36 സ്ക്വയർ സെന്റിമീറ്റർ ആയി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു വശത്തിന്റെ നീളം എന്തായിരിക്കും? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലോ, നമുക്കറിയാം ഇവിടെ ഏരിയയാണ് 36 സ്ക്വയർ സെന്റിമീറ്റർ അല്ലേ. അപ്പൊ ഏരിയ കാണാൻ ഇക്വേഷൻ നമുക്കറിയാലോ. എന്താണ് ഏരിയ കാണാൻ ഇക്വേഷൻ? സ്ക്വയർ ആണ്. അതുകൊണ്ട് വശം ഇൻറ്റു വശം അല്ലെ, അതായത് എ സ്ക്വയർ. ഇവിടെ 4a എന്ന് എഴുതി. അതുപോലെ തന്നെ ഇവിടെ ഏരിയ ആയതുകൊണ്ട് എ സ്ക്വയർ. എ സ്ക്വയർ എത്രയാണ്? 36 അല്ലെ. ശരിയാണ്. ഇനി ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? ഒരു വശത്തിന്റെ നീളം അല്ലെ. ഒരു വശത്തിന്റെ നീളം എത്രയാണ്? നമ്മൾ നേരത്തെ എഴുതിയിരുന്നു. ഇവിടെ എ ഈക്വൽ ടു എക്സ് പ്ലസ് 1. എക്സിന്റെ കൂടെ ഒന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് ഇതിന്റെ ഒരു വശത്തിന്റെ നീളം കിട്ടുക അല്ലെ. അതായത് ഇവിടെ എ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ആണ്. അതുകൊണ്ട് നമുക്ക് എക്സ് പ്ലസ് 1 ഒരു വശത്തിന്റെ നീളം, അതിന്റെ സ്ക്വയർ ഈക്വൽ ടു 36 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ എക്സ് പ്ലസ് 1ന്റെ സ്ക്വയർ ആണ് 36 അല്ലെ. അപ്പൊ ഇവിടെ സ്ക്വയർ കളയാണെങ്കിൽ എന്ത് വരും? എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ഈ സ്ക്വയർ ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായി മാറി? റൂട്ട് അല്ലെ. അപ്പൊ നമ്മൾ റൂട്ട് ഇട്ടാൽ മതി. അപ്പൊ റൂട്ട് 36. അപ്പൊ എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് റൂട്ട് 36. റൂട്ട് 36 പറഞ്ഞാൽ എത്രയാണ്? 6 ഇൻറ്റു 6 36 അല്ലെ, 6. അപ്പൊ എക്സ് പ്ലസ് 1 6 ആണെങ്കിൽ എക്സ് എത്രയായിരിക്കും? 6. ഈ 1 അങ്ങോട്ട് പോകുമ്പോൾ -1 ഈക്വൽ ടു 5. അപ്പൊ 5 സെന്റിമീറ്റർ. അത് ക്ലിയർ ആയില്ലേ? അപ്പൊ ഏരിയ 36 ആണെങ്കിൽ എന്ത് വരും? ഇവിടുത്തെ ഒരു വശത്തിന്റെ നീളം 5 ആയിരിക്കും. പെരിമീറ്റർ 36 ആണെങ്കിൽ ഒരു വശത്തിന്റെ നീളം എത്രയായിരിക്കും? 8 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 85 കുറച്ച് ചോദ്യങ്ങൾ, 2 ചോദ്യങ്ങളുണ്ട്. അതൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ എന്താണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം? വെൻ ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ വാസ് റെഡ്യൂസ്ഡ് ബൈ 2 meters ടു മേക്ക് എ സ്മോളർ സ്ക്വയർ, ഇറ്റ്സ് ഏരിയ ബിക്കെയിം 49 സ്ക്വയർ മീറ്റേഴ്സ്. വാട്ട് വാസ് ദി ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ? അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എപ്പോഴും ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ കിട്ടുമ്പോൾ റഫ് ആയിട്ട് ഒരു ഫിഗർ വരച്ചു നോക്കാം സൈഡിൽ. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വെൻ ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ വാസ് റെഡ്യൂസ്ഡ് ബൈ 2 meters അല്ലെ. അതായത് ഒരു സ്ക്വയറിന്റെ വശങ്ങൾ എത്ര കുറച്ചു? 2 മീറ്റർ വെച്ച് കുറച്ചു. അപ്പൊ അതിന്റെ നീളവും വീതി അല്ലെ, 2 വശങ്ങളും 2 മീറ്റർ വെച്ച് കുറച്ചപ്പോൾ എന്ത് കിട്ടി? നമുക്കൊരു ചെറിയ സ്ക്വയർ കിട്ടി അല്ലെ. അപ്പൊ നമ്മൾ വലിയ സ്ക്വയർ വരച്ചു, അതേപോലെ ചെറിയ സ്ക്വയറും വരച്ചു. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇറ്റ്സ് ഏരിയ ബിക്കെയിം എത്രയായി? 49 സ്ക്വയർ മീറ്റർ അല്ലെ. അപ്പൊ ഇങ്ങനെ കുറച്ചപ്പോൾ ഇതിന്റെ ഏരിയ 49 ആയി. അപ്പൊ ശ്രദ്ധിച്ച് വായിക്കുക. ഇങ്ങനെ കുറച്ചപ്പോൾ 2 മീറ്റർ വെച്ച് കുറച്ചപ്പോൾ ഈ ചെറുതിന്റെ ഏരിയ എത്ര കിട്ടി? നമുക്ക് 49 കിട്ടി. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സ്ക്വയറിന്റെ വശങ്ങളുടെ നീളം എത്ര? അപ്പൊ ചോദ്യം നല്ലവണ്ണം വായിച്ചു നോക്കാം. വായിച്ചു നോക്കി നമ്മൾ എന്ത് ചെയ്യണം? തന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെറിയൊരു ഇക്വേഷൻ ഉണ്ടാക്കണം അല്ലെ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇതിന്റെ ഒരു വശത്തിന്റെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ എന്ത് കൊടുക്കണം? അതിന് നമുക്ക് എക്സ് എന്ന് കൊടുത്തു. അപ്പൊ ഈ വശമാണ് എക്സ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട നീളം അല്ലെ. ഇനി നമുക്ക് നോക്കിയാൽ ഈ വശത്തിൽ നിന്ന് എത്ര കുറച്ചുകൂടെ? 2 മീറ്റർ കുറച്ചു അല്ലെ. അപ്പൊ ഇത് എക്സ് മീറ്റർ ആണെങ്കിൽ ഇതിന്റെ നീളം എത്രയായിരിക്കും? എക്സിൽ നിന്ന് 2 മീറ്റർ കുറഞ്ഞു. ഇത് 10 മീറ്റർ ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 10ൽ നിന്ന് 2 കുറച്ച 8 അല്ലെ. ഇതിപ്പോ 20 ആണെങ്കിൽ ഇത് 18. അതേപോലെ ഇത് എക്സ് മീറ്റർ ആണെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ 2 കുറയ്ക്കുന്നു. അപ്പൊ എക്സ് -2. അപ്പൊ ഈ വശത്തിന്റെ നീളം എക്സ് -2. ഇനി നമുക്ക് ഇതിന്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെ ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ ഈക്വൽ ടു ചെറിയ സ്ക്വയറിന്റെ ഏരിയ ആണ് തന്നിട്ടുള്ളത്. ഏരിയ എത്ര തന്നിട്ടുണ്ട്? 49. അപ്പൊ ഇത് സ്മോൾ സ്ക്വയറിന്റെ ഏരിയ കേട്ടോ, സ്മോൾ സ്ക്വയർ.
പിന്നീട് തെറ്റണ്ട. സ്മോൾ സ്ക്വയറിന്റെ ഏരിയ ആണ് നമുക്ക് 49 തന്നിട്ടുള്ളത് അല്ലേ. ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ സ്ക്വയർ ആണ് ഏരിയ. അതായത് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49. എ സ്ക്വയർ എന്ന് വെച്ചാൽ എ എന്ന് പറഞ്ഞാൽ ഒരു വശത്തിന്റെ നീളം. ഇവിടെ ഒരു വശത്തിന്റെ നീളം എത്രയാണ്? എക്സ് മൈനസ് 2 അല്ലേ. ഇതാണ് ഒരു സൈഡിന്റെ നീളം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം ഇവിടെ? എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ എ സ്ക്വയർ. അതുകൊണ്ട് നമ്മളുടെ സ്ക്വയർ ഇട്ടു ഈക്വൽ ടു 49. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ ഈ സ്ക്വയർ അങ്ങോട്ട് പോവാം അല്ലേ. അപ്പൊ എക്സ് മൈനസ് 2 എത്ര ആയിരിക്കും? 49ന്റെ റൂട്ട് കണ്ടുപിടിക്കാം അല്ലേ. സ്ക്വയർ 49 ആണെങ്കിൽ എക്സ് മൈനസ് 2 എത്ര ആയിരിക്കും? റൂട്ട് 49 ഈക്വൽ ടു 7. അപ്പൊ എക്സ് മൈനസ് 2 7 ആണെങ്കിൽ എക്സ് എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു 7 മൈനസ് 2 അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 2 ഈക്വൽ ടു 9. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഈക്വൽ ടു 9 മീറ്റർ. കണ്ട. അപ്പൊ ഇതിന്റെ നീളം കിട്ടി നമുക്ക് 9 മീറ്റർ. അപ്പൊ ഇതൊക്കെ അല്ലേ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എന്താണ്? There is a 2 meter wide path around a square ground. The area of the ground and path together is 1225 square meters. What is the area of the ground alone? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നല്ലവണ്ണം വായിച്ചു നോക്കുക. അതനുസരിച്ച് നമ്മൾ റഫ് ആയിട്ടൊരു ഫിഗർ വരയ്ക്കാം. ഇവിടെ എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഒരു ഗ്രൗണ്ടിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ആ ഗ്രൗണ്ടിന്റെ ഷേപ്പ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് സ്ക്വയർ രീതിയിലുള്ള അല്ലെ, സമചതുരത്തിന്റെ ആകൃതിയിലുള്ള ഒരു ഗ്രൗണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഗ്രൗണ്ട് വരച്ചിരിക്കുന്നു. സ്ക്വയറിന്റെ ആകൃതിയിലുള്ള ഒരു ഗ്രൗണ്ട് വരച്ചു. അതിന്റെ ചുറ്റും എന്താണുള്ളത്? ഒരു വഴിയുണ്ട് അല്ലെ. അതായത് ഒരു പാത്ത് ഉണ്ട്. ആ പാത്തിന്റെ വീതി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് വീതി? 2 മീറ്റർ. അപ്പൊ ഇത് ഗ്രൗണ്ടിന്റെ ചുറ്റും മനസ്സിലായല്ലോ. ഇപ്പൊ നമ്മൾ സ്കൂൾ ഗ്രൗണ്ട്, ഇത് സ്കൂൾ ഗ്രൗണ്ട് ആണ്, സ്ക്വയർ ആകൃതിയിലുള്ള സ്കൂൾ ഗ്രൗണ്ട്. അതിന്റെ ചുറ്റും എത്ര മീറ്ററിലാണ് അതിന്റെ വീതി? ഈ ഗ്രൗണ്ടിന്റെ വീതി നമുക്ക് വന്നിട്ടുണ്ട് 2 മീറ്റർ അല്ലെ. അപ്പൊ നമുക്ക് 2 മീറ്റർ. ഏതിന്റെ നീളം? ഈ നീളം. മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ എത്ര വരും? ഇവിടെ 2 മീറ്റർ തന്നെ അല്ലേ. അപ്പൊ മൊത്തം ഇതിന്റെ ഒക്കെ വീതി എത്ര വരും? ഇതിന്റെ വീതി 2 മീറ്റർ വീതിയിലാണ് ഈ വഴി 4 ചുറ്റുള്ളത്. ഇനി നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ഈ മൊത്തം ഏരിയ, അതായത് ഈ ഗ്രൗണ്ടും പിന്നെ ഈ പാത്തും, ഇതിന് ചുറ്റുമുള്ള ഈ പാത്തും, അതും കൂടി മൊത്തം ഏരിയ, അതായത് ഇപ്പോൾ വലിയ സ്ക്വയറായി മാറി അല്ലേ. അപ്പൊ അതിന്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 1225 ചതുരശ്ര മീറ്റർ. ഓക്കെ. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഈ ഗ്രൗണ്ടിന്റെ ഏരിയ എത്രയാണ്? അതായത് ഗ്രൗണ്ടിന്റെ മാത്രം ഏരിയ എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് മൊത്തം ഏരിയ തന്നിട്ടുണ്ട്. ഇനി കണ്ടുപിടിക്കേണ്ടത് ഗ്രൗണ്ടിന്റെ മാത്രം ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഈ കണ്ടുപിടിക്കേണ്ട ഈ ഗ്രൗണ്ടിന്റെ ഈ ഒരു വശത്തിന്റെ നീളത്തിൽ നമ്മൾ എക്സ് എന്ന് കൊടുത്തു. എക്സ് ഇത്രയും നീളം എക്സ്. മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ നിങ്ങളുടെ 2 മീറ്റർ, ഇവിടെ നിങ്ങളുടെ വീതിയുണ്ട്, ഇവിടെ നിങ്ങളുടെ 2 മീറ്റർ ഉണ്ട്. ക്ലിയർ ആയില്ലേ? ഓക്കെ. നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? ഇതിന്റെ ടോട്ടൽ ഏരിയ തന്നിട്ടുണ്ട് അല്ലെ. ടോട്ടൽ ഏരിയ ഓഫ് ഗ്രൗണ്ട് ആൻഡ് പാത്ത്. അതായത് ഗ്രൗണ്ടും പാത്തും കൂടിയിട്ടുള്ള ടോട്ടൽ ഏരിയ എത്ര നമുക്ക് തന്നിട്ടുണ്ട്? 1225 അല്ലെ സ്ക്വയർ മീറ്റർ. ഇത്രയാണ് മൊത്തം ഏരിയ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഇതൊരു സ്ക്വയർ ആണ് അല്ലെ. ഇപ്പൊ നമുക്ക് വലുതാണ് എടുക്കുന്നത്, ഇതാണ് മൊത്തം ഏരിയ. അപ്പൊ ഇത് നമുക്കറിയാം സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്താണ്? അതിന്റെ വശത്തിന്റെ സ്ക്വയർ അല്ലെ, എ സ്ക്വയർ. എ സ്ക്വയർ ആണ് അതിന്റെ ഏരിയ എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ എത്ര വരും? ഇവിടെ മൊത്തം ഈ നീളം എത്ര? ഈ വശത്തിന്റെ നീളം എത്ര വരും? എക്സ് വരും. എക്സ് പ്ലസ് ഇവിടെ 2 ഉണ്ട് അല്ലെ, പ്ലസ് ഇവിടെ ഒരു 2 ഉണ്ട് അല്ലെ. അതായത് എക്സ് പ്ലസ് 4. മനസ്സിലായില്ലേ? അപ്പൊ ഈ വശത്തിന്റെ മൊത്തം നീളം എക്സ് പ്ലസ് 2 പ്ലസ് 2. അപ്പൊ എക്സ് പ്ലസ് 4. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1225. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എക്സ് പ്ലസ് 4ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സ്ക്വയർ ആണ് ഇവിടെ അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെ റൂട്ട് കണ്ടാൽ മതി. റൂട്ട് 1225. അപ്പൊ ഇവിടെ നമുക്ക് വലിയ സംഖ്യയുടെ റൂട്ട് കണ്ടുപിടിക്കാൻ എന്താണ് എളുപ്പപ്പണി? അപ്പൊ 1225. ഇപ്പൊ നമുക്കറിയാം 10, നമുക്കറിയാവുന്ന സംഖ്യ 10. 10ന്റെ സ്ക്വയർ 100 ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. 100 ആണ്. ഇനി 20 ആണെങ്കിലോ നമുക്കറിയാം 0 വന്നു കഴിഞ്ഞാൽ നാം ആ 0 ഒഴിവാക്കിയിട്ട് മറ്റേ അക്കത്തിന്റെ സ്ക്വയർ കാണും. പിന്നെ എത്ര 0 ഉണ്ട് അതിന്റെ ഡബിൾ 0 ഇട്ട് കൊടുക്കുക. അതാണ് എളുപ്പപ്പണി അല്ലെ. അപ്പൊ 2ന്റെ ഇപ്പൊ 200ന്റെ 20 ആണെങ്കിൽ 2ന്റെ സ്ക്വയർ 4, ഒരു 0 ആണെങ്കിൽ 2 0. ഓക്കെ. ഇനി 30 ആണെങ്കിലോ 3ന്റെ സ്ക്വയർ 9, ഒരു 0 2 0. ഇനി 40 ആണെങ്കിലോ 4ന്റെ സ്ക്വയർ 16, ഒരു 0 ആണെങ്കിൽ 2 0 അല്ലെ. അപ്പൊ ഇങ്ങനെ നമുക്ക് എഴുതാൻ അറിയാം. ഇവിടെ ഏതാ വന്നിട്ടുള്ളത്? 1225. അപ്പൊ 1225 എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണല്ലോ അല്ലെ.
അതായത് 900-നും 1600-നും ഇടയിലാണ് 1225. അപ്പൊ നമുക്ക് ഒരു കാര്യം ഉറപ്പായി, ഈ 30-ക്കും 40-ക്കും ഇടയിലായിരിക്കും ഈ റൂട്ട് വരുന്നത്. ക്ലിയർ ആയില്ലേ? ഇതിന്റെ ഇടയിലാണ് ഈ 1225. അതുകൊണ്ട് നമുക്കറിയാം 30-യുടെയും 40-യുടെയും ഇടയിലായിരിക്കും ഈ സംഖ്യ വരേണ്ടത്. അപ്പൊ ഏത് സംഖ്യയാണെന്ന് നോക്കാൻ ഇനി എന്താണ് എളുപ്പം? ഇവിടുത്തെ ലാസ്റ്റ് ഇത് അതല്ലേ, വൺസിന്റെ സ്ഥാനത്ത് ഏതാ കിടക്കുന്നത്? 5 ആണ് കിടക്കുന്നത് അല്ലെ. രണ്ട് ഒരേപോലെ സംഖ്യകൾ ഗുണിക്കുമ്പോൾ നമുക്ക് എപ്പോഴാണ് 5 കിട്ടുക? ഒരേ സംഖ്യകൾ ഗുണിക്കണം അല്ലെ. ഒരേ സംഖ്യകൾ ഗുണിച്ചാൽ 5 കിട്ടുക എപ്പോഴാണ്? 5 × 5 അല്ലെ, 5 × 5. അതാണ് നമുക്ക് 25 കിട്ടുക. 5 വന്നു അവസാനം അല്ലെ. അതേസമയം നമ്മൾ 2 × 2 എത്ര വരാം? 4 വരാം. 3 × 3 ആണെങ്കിൽ 9 വരാം അല്ലെ. ഇനി 4 × 4 ആണെങ്കിലോ 16, അപ്പോൾ അവിടെ 6 വന്നു. ഇനി 7 × 7 ആണെങ്കിലോ 49 അല്ലെ. 49 ആകുമ്പോൾ അവിടെ 9 വന്നു. അപ്പൊ ഇവിടെ നമുക്ക് 5 ലാസ്റ്റ് കിട്ടിയ ഏത് ഗുണിക്കുമ്പോഴാണ്? 5 ഗുണിക്കുമ്പോഴാണ് അല്ലെ. 5 × 5 25. അപ്പൊ നമ്മുടെ ഇവിടുത്തെ സംഖ്യ ഏതായിരിക്കും? 30-ക്കും 40-ക്കും ഇടയിലുള്ള സംഖ്യ ആയിരിക്കും. അതിന്റെ വൺസിന്റെ സ്ഥാനത്ത് 5 വരണം അല്ലെ, അതായത് 35. അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് ഏത് വലിയ സംഖ്യയുടെ റൂട്ട് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഇതുപോലെ ചോദ്യങ്ങൾ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതേ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് x+4 = 35 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ x എന്ത് വരും? 34 + 4 അങ്ങോട്ട് പോകുമ്പോൾ -4 = 31. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് കിട്ടിയത്? എക്സിന്റെ വാല്യൂ കിട്ടിയത് അല്ലെ. എക്സ്, അതായത് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഗ്രൗണ്ടിന്റെ ഈ വശത്തിന്റെ നീളമാണ് നമുക്ക് കിട്ടിയത് 31. നമ്മോട് എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇത് വെച്ചിട്ട് വേഗം വരച്ചിടരുത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇതിന്റെ ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ചോദ്യം ശരിക്കും വായിച്ചിട്ട് ചെയ്യണം. അപ്പൊ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ എഴുതാ ഏരിയ ഓഫ് ദി ഗ്രൗണ്ട് = ഏരിയ എന്ന് പറയുമ്പോൾ x² അല്ലെ, = 31ന്റെ സ്ക്വയർ അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 31ന്റെ സ്ക്വയർ 31 × 31 എന്ന് കുറിച്ച് നോക്കി എത്ര കിട്ടും നമുക്ക്? 961 സെന്റിമീറ്റർ, സോറി മീറ്റർ ആണ് ഇവിടെ, സെന്റിമീറ്റർ ആയിപ്പോയി, സ്ക്വയർ മീറ്റർ. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് ഇതിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.